22 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ലോകപ്രസിദ്ധമാണ്. അതിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് തുടങ്ങി നമ്മുടെ കർത്താവ് ക്രൂശിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ദൈവം മുഖം മറച്ചു. ആരുടെ നേരെയാണെന്നറിയാമോ? ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നേരെ. എപ്പോഴാണെന്നറിയാമോ? അറിയാം. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ പാപം തൻ്റെ മേൽ ചുമത്തപ്പെട്ടിട്ട് താനൊരു കുറ്റവാളിയെ പോലെ കുരിശിൽ തൂങ്ങുമ്പോൾ അവൻ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന്. ആ സമയത്ത് പിതാവ് മുഖം മറച്ചു. ആ നിലവിളി കേട്ടില്ല. ഇതും കൂടെ 13 സങ്കീർത്തനത്തിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. ദൈവം തൻ്റെ ഏറ്റവും പ്രിയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മുഖം മറച്ചു. കുരിശിൽ വെച്ച് അനേക പ്രാവശ്യം കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? എന്താ എൻ്റെ നിലവിളി കേൾക്കാത്തത്? പിതാവ് മുഖം മറച്ചു. എന്തിനാണെന്നറിയാമോ? അറിയാം, നമുക്കൊക്കെ അറിയാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ വേണ്ടി പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് മുഖം മറച്ചു. ഇതൊരു സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സത്യമാണ്. എന്നെ ഓർക്കുവാൻ സ്വന്തം പുത്രനെ മറന്ന ദൈവമേ, നിന്റെ സ്നേഹം എത്ര മഹനീയം. എന്നെ ഓർക്കുവാൻ സ്വന്തം പുത്രനെ മറന്ന താതനെ, നീ എത്ര ഉന്നതൻ. കർത്താവിനെ നോക്കിയിട്ട് പറ, എന്നെ ഓർക്കുവാൻ സ്വന്തം പുത്രനെ മറന്ന താതനെ, നീ എത്ര ഉന്നതൻ. സ്തോത്രം. അപ്പോ അന്നൊരിക്കൽ അവൻ പുത്രനെ മുഖം മറച്ചപ്പോൾ നമുക്ക് വേണ്ടി മുഖം പ്രകാശിപ്പിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആരെങ്കിലും ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അതറിയണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ അവൻ തയ്യാറാണ്. അതിനു വേണ്ടി സ്വന്തം പുത്രനെ അവൻ മറച്ചു. നിങ്ങളെ എപ്പോൾ വിളിച്ചാലും ഉത്തരം തരാൻ അവൻ കാത്തിരിക്കും. അവൻ എപ്പോഴും സമീപസ്ഥനാണ്. നിങ്ങൾ അല്പം പോലും സംശയിക്കരുത് മുഖം മറച്ചെന്ന്. മറന്നു കളഞ്ഞെന്ന് ചിന്തിക്കരുത്. ദൈവം മറന്നാൽ നമ്മളില്ല. ദൈവം മുഖം മറച്ചാൽ പിന്നെ എന്ത് ചെയ്യും? എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് ലോകത്തിൽ ഒന്നും എനിക്ക് സാരമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ വലിയ കരുത്തനാന്നല്ല. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ആ ഒരൊറ്റ ഉറപ്പാണ് എൻ്റെ ആരോഗ്യം, എൻ്റെ ബലം, എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം, എൻ്റെ ധൈര്യം. ഇതെല്ലാം ഇരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഞാൻ എൻ്റെ വീട് വിട്ട്
ചർച്ചിൻ്റെ കൊച്ചു പാഴ്സനേജിനകത്ത് താമസം തുടങ്ങിയിട്ട് ഇപ്പം 43 കൊല്ലമായി. ഇതിനോടകത്ത് 5 കൊല്ലം മുമ്പ് ഒരു വീട് വാങ്ങി, ഇപ്പം വീട്ടിലാണ്. ഇത്രയും വർഷം ഒരൊറ്റ മുറിയും അടുക്കളയുമുള്ള പാഴ്സനേജുകളിൽ 2 പെൺകുഞ്ഞും ഒരു മോനുമായിട്ട് താമസിച്ചു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? എൻ്റെ കട്ടിലിൻ്റെ താഴെ ഞാൻ മുട്ടുകുത്തിയാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അത് ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ മറച്ചു കളഞ്ഞു. ഈ സത്യം ഗ്രഹിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ആമേൻ.